അപ്പോൾ രാവിലെ അടുക്കളയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് പിന്നെ ഒന്ന് മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചു മുറ്റത്തേക്ക് ഇറങ്ങി. നല്ല മഞ്ഞായിരുന്നു കേട്ടോ. എങ്കിലും തലയിൽ തുണിയൊക്കെ ഇട്ട് നമ്മുടെ മുറ്റോടിയെല്ലാം കഴിഞ്ഞു. ചുമയുണ്ട്, ചുമ മാറിയിട്ടില്ല എൻ്റെ ഇതുവരെ. മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാലും ചുമ വയ്യല്ലേ മാറുള്ളൂ. അപ്പോൾ രാവിലെ മഞ്ഞ് കൂട്ടി തന്നെ മുറ്റം അടിച്ചത്. മഞ്ഞ് മാറിയിട്ടില്ല കേട്ടോ, നല്ല മഞ്ഞ. കുറച്ചൊക്കെ മാറി. ഇപ്പോൾ പെരിയാറിൻ്റെ ഒരു പകുതി ഭാഗം കാണാം. ഹിന്ദിക്കാർ പണിയാൻ പോകുന്ന നമ്മുടെ മുകളിലൊരു ചെക്ക് ഡാം പണിയുന്നുണ്ട്. നമ്മുടെ മുൻവശത്ത് തന്നെ ഒരു കുറച്ച് ദൂരെ. അത് വേറൊരു വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം. ചെക്ക് ഡാം പണ്ട് ഞങ്ങൾ ആട്ടുംകുട്ടികൾ ചാടും പോലെ ഒരു കല്ലേ ചാടി ഞങ്ങൾ അക്കരെ കടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ചെക്ക് ഡാം വരുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു ദിവസം കാണിച്ചു തരാം. ഇങ്കുമാർ നിൽക്കണുണ്ടോ? തലയൊക്കെ പുറത്തിട്ട് നിൽക്കുവാണ് അവന്മാർ. എന്താ വേണ്ടതെന്ന് ആലോചിച്ച്. കൂട് പൊളിക്കണോ അതെയോ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് ഓർത്ത് നോക്കി നടക്കുവാണേ. പപ്പയും രാവിലെ എന്തൊക്കെയോ പണികൾ ചെയ്ത് അതിൽ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി അകത്തേക്ക് പോട്ടെ കേട്ടോ. അകത്ത് എന്തൊക്കെ കാര്യങ്ങളായി നോക്കട്ടെ. അനിമോളുണ്ട് അകത്ത്. അല്ലാതെ ഈ ഫോണിൻ്റെ നിഴലുകൊണ്ട് ഇരുട്ടായി പോയതാണ്. അപ്പോൾ നമ്മുടെ കടലയൊക്കെ നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വെന്തു. ഇനി നമ്മളതിനെ ഒന്ന് മസാലകളൊക്കെ ചേർത്തൊന്ന് കറിയാക്കി എടുക്കണം. ഇത് പൊതിച്ചോറിനുള്ള കറിയാട്ടോ. ബീൻസ് തോരൻ വെക്കാൻ പോകും. തേങ്ങ അരച്ച് തോരൻ. തേങ്ങ അരയ്ക്കുന്നതിന് ഞങ്ങൾ തോരൻ കറിയെന്നും തേങ്ങ ഇല്ലാതെ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നതിനെ മെഴുക്കുരട്ടി എന്നും പറയും. പിന്നെ ചില നാടുകളിലേക്കൊക്കെ ഉപ്പേരി എന്നൊക്കെ പറയും കേട്ടോ. ഇവിടെ ആരും ഉപ്പേരി എന്ന് പറയല. കാരണം ഏത്തവാഴയ്ക്ക വറുത്തതിനെയാണ് ഉപ്പേരി, ചിപ്സിനെ ഉപ്പേരി എന്ന് പറയുന്നത്. പിന്നെ പല നാടുകളിലേക്ക് പല രീതിയാണല്ലോ. പിന്നെ ഇതിനകത്ത് കടുകും ഇട്ട് അരപ്പും ചേർത്ത്. ഇതെന്നെ മഞ്ഞപ്പൊടി ഇടാതെ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇടുമോ? അല്ലെങ്കിൽ വേണ്ട, കടുകിട്ട് ഈ സാധനം ഇട്ട് വഴറ്റുമ്പോൾ മഞ്ഞപ്പൊടി ഇതിനകത്ത് ഇടുക. എന്നിട്ട് ഈ അരപ്പ് അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ 8 മണിയായി കേട്ടോ. ഞാൻ പണികൾ തീർന്നിട്ടില്ല. 8:30 8:45 ആകുമ്പോഴത്തേനും ഈ അനിമോക്ക് ഇറങ്ങണം വീടുന്ന്. അപ്പോഴത്തേനും തീർക്കുന്ന പണികളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇനി അപ്പത്തിന് എന്താ അരച്ച് വെച്ചേ പൊടി കലക്കി വെക്കുകയാണ് ചെയ്ത് ഞങ്ങൾ പാലപ്പത്തിൻ്റെ. അപ്പം അത് ഇച്ചിരി നേരവും കൂടെ ഇരിക്കണം. ആ സമയത്ത് കടലക്കറി വേകണം, തോരൻ കറി ഉണ്ടാക്കണം. പിന്നെ എന്നാ ഉണ്ടാക്കണേ? ചോറിന് മുട്ടയുണ്ടോ? അപ്പം ഇന്ന് മുട്ട ഇല്ലെങ്കിൽ വേറെ മീനുണ്ടല്ലോ, ഉണക്കമീൻ്റെ ഒരു കഷ്ണം വെച്ചാലും മതി ചോറിനകത്ത്. കടലക്കറിക്കുള്ള ഗ്രേവി റെഡിയാക്കി കേട്ടോ. സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചേർത്ത് വഴറ്റി കുറച്ച് പിന്നെ കടലയെടുത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരച്ച് ചേർക്കും കേട്ടോ. ഇങ്ങനെ ലേശം കൊഴുപ്പ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പെറുക്കി തിന്നുപോലെ ഇരിക്കും. ഇങ്ങനെയാകുമ്പം ഒരു രുചിയുണ്ട്. ചോറിനാണെങ്കിൽ ഈ ചാറ് മതി. അപ്പത്തിനാണെങ്കിൽ ഇച്ചിരിയുടെ ചൂടുവെള്ളം ഒഴിച്ച് ചാറാക്കണം. ചോറിനൊക്കെ കടല കഴിയുമോയെന്ന് ചോദിച്ചു. പക്ഷേ ചിലർക്കൊക്കെ ഇഷ്ടമുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ കടലക്കറി കൂട്ടാനൊക്കെ. അതായത് രാവിലെ ഉണ്ടാക്കുന്ന കടലക്കറി മിച്ചമിരിക്കുകയാണെങ്കിൽ അത് ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് കഴിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് അധികം വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ എടുക്കുക. ഈ കുഴമ്പ് പരുവത്തിനെടുത്ത് അപ്പം ചൂടാനായിട്ട് മാവ് കലക്കിയിട്ടത് ഉണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. പുളിച്ചതല്ല, സോഫ്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 3 പാലപ്പവും കൂടെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. തനിമോള് രാവിലെ തോരൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പൊടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള. അതിതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഒരു കുഞ്ഞ് കറിയും കൂടെ വെക്കും കേട്ടോ. പിന്നെ അച്ചാറായി എന്തെങ്കിലുമൊക്കെ 2 3 4 കൂട്ടമൊക്കെ കാണും പൊതിക്കകത്ത്. അപ്പോൾ എൻ്റെ പണികൾ ഇത്രയും കൂടി ഞാൻ നിർത്തുവാണേ. ഒരപ്പം കൂടി ചുരുന്ന് എന്നിട്ട് ഞാൻ നിർത്തുക. ബാക്കി ഉച്ചയ്ക്കുള്ള പണികളേ ഉള്ളൂ ഇനി. അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടികൾ ഏറെക്കുറെയൊക്കെ ആക്കിയിട്ട് പോകാനുള്ള തിരക്കിലാട്ടോ. കടലയൊക്കെ തിരിച്ച് റെഡിയാക്കി. അപ്പോൾ ഇനി ബാക്കി ഉച്ചയ്ക്ക് കാണാം. രാവിലത്തെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് വന്നെങ്കിലും അടുക്കളയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ വൈകിട്ടാണെങ്കിലും കുറച്ചൊക്കെ പണിയും കാര്യങ്ങളും അനു ചെയ്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനായിട്ട് അടുക്കളയ്ക്കകത്ത് കയറിയില്ല. രാവിലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനെയൊക്കെ
ഒരു മേക്കപ്പൊക്കെ വരുത്തി എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്തില്ല അടുക്കളയിൽ കയറി. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടി ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി കുരുകുരുന്ന് അരിഞ്ഞു, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 5-6 പച്ചമുളക്, ഇത്ര സാധനം ഈ എണ്ണയിൽ വഴറ്റിയിട്ട് ഈ നെല്ലിക്ക എന്നാണ് ഞാൻ ഉപ്പിനകത്ത് പൊഴിഞ്ഞ് വെച്ചിരുന്ന കേട്ടോ, അതിനിട്ടൊന്ന് വഴറ്റി കുറച്ച് പിന്നെ വിനാഗിരിയൊക്കെ കൂടി ചേർത്തിട്ട് ഒരു അച്ചാർ പോലെ. വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാകുമ്പോൾ അധികം കെമിക്കലൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, കൂടുതൽ അലങ്കാരപ്പണിക്കൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ട് പെട്ടെന്നൊരു അച്ചാറുണ്ടാക്കി വെക്കുക. രാവിലെ ആകുമ്പോഴത്തേനും തണുത്തിരിക്കും. ഇപ്പോൾ ഭരണി കോരിയിട്ട് വെക്കാം. അപ്പം നമ്മൾ ഒന്നൊന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് അച്ചാർ പൊടി, കുറച്ച് പിരിമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് തീക്കകത്ത് കിടന്ന് നന്നായിട്ട് വഴഞ്ഞു കേട്ടോ. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിക്ക് കൊടുക്കാതെ തക്കാളിക്ക് നന്നായിട്ട് വഴറ്റി നല്ല ഈ എരിവും എണ്ണയും ഉപ്പും കായപ്പൊടി, കടുക് പൊടിയുടെ ചവ, അതുപോലെ തന്നെ ഉലുവാപ്പൊടി, ഇങ്ങനെയുള്ള പൊടികളുടെ എല്ലാം ഒരു ടേസ്റ്റ് ഈ നെല്ലിക്കയിലേക്ക് കയറും കേട്ടോ. അരപ്പും ഉപ്പും എല്ലാം കൂടെ. അതിന് ശേഷം നമുക്ക് ഈ നെല്ലിക്ക വെന്ത വെള്ളം അല്പം ഒഴിച്ച് കൊടുക്കാൻ, ചാറിന് വേണ്ടിയിട്ട്. നല്ല കുറുകിയ ചാറ് കിട്ടും. അപ്പം ഇനി തീ കത്തിച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. എൻ്റെ മകൾക്കാണെങ്കിൽ ഇങ്ങനെ ഈ അരപ്പിങ്ങനെ ഇരിക്കുന്ന ഈ നെല്ലിക്കയിൽ പറ്റി വെള്ളം ചേരാതെ ഇങ്ങനെ ഇരിക്കുന്ന അച്ചാറാട്ടോ ഇഷ്ടം. ഇതിനകത്ത് അല്പം വിനാഗിരി, അല്പം കൂടി ഉപ്പും ചേർത്തിട്ട് ഭരണിയിലെടുത്ത് വെച്ചേക്കണം. അതാണ് അവൾക്ക് ഇഷ്ടം. ഈ കണ്ണിമാങ്ങ അച്ചാറിടൂലേ, അതുപോലെ കണ്ണിമാങ്ങയിൽ ഇങ്ങനെ അരപ്പ് പിടിച്ചിരിക്കുമ്പോൾ ആ ഒരു കണ്ണിമാങ്ങ എടുത്ത് കഴിച്ചാൽ ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ പറ്റും ആ കണ്ണിമാങ്ങ കൊണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ എന്തായാലും ലേശം വെള്ളം ചേർത്ത് കുഴമ്പ് വരത്തിനെടുക്കാനാണ്. അല്പം വെള്ളം ചേർത്തിട്ട്, വെള്ളം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക വെന്ത വെള്ളമാണ് ഉപ്പിനകത്ത്. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് തിളച്ച് കുറുകി വരണം. നെല്ലിക്ക ഒരു 3/4 ഭാഗം വേവിനാണ് ഞാൻ വേവിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടന്ന് വേകുമ്പോൾ പാകത്തിന് വേവായിക്കോളൂ. ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് നമുക്ക് മൂടി വെക്കാം. രാവിലെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഭരണിയിൽ കോരി വെക്കാം കേട്ടോ. തീ ഓഫ് ചെയ്ത് തന്നെ ഇനി വിനാഗിരി ലേശം ഒഴിച്ച് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഇരുന്ന് അരപ്പൊക്കെ കുറുകി ഈ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് കുറേ അരപ്പും ഇത് കുറേ ഇങ്ങോട്ട് പറ്റിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല പരുവത്തിന് വരും. വെള്ളം കുറച്ചുകൂടെ പറ്റും. എന്നാൽ വെള്ളം ഒട്ടും ഒഴിക്കുന്നുമില്ല. ഇനി നെല്ലിക്ക വെന്ത വെള്ളം ഇനി ഇരിപ്പുണ്ട്, പക്ഷേ അത് ഒഴിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കിടന്ന് ചാറൊക്കെ കുറുകി ഓരോ നെല്ലിക്കയിലേക്കും അരപ്പ് ചാറുമൊക്കെ പിടിക്കും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. ഒരു നെല്ലിക്കയും ഒരു തുള്ളി ചാറും, അതായത് ഒരു തുള്ളി ചാറെന്ന് പറഞ്ഞാൽ ഒരു 1/2 സ്പൂണ് ചാറ് മതി ഒരു നെല്ലിക്കയും നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറല്ലേ ഇച്ചിരി കൂടെ നല്ലത്.